ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഏത് റെമഡിയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഏത് റെമഡിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ റെമഡിയുടെ ബിഹേവിയറൽ മെട്രിയോഡിക്ക എങ്ങനെയാണ് ഈ റെമഡി നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ നമ്മുടെ മുമ്പേ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. സോ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ഈ ഒരു പുതിയ വർഷം നമുക്ക് ഈ ഒരു വെരി ഇമ്പോർട്ടന്റ് റെമഡി, മോണ്യുമെന്റൽ റെമഡി, ഈ റെമഡി ദിസ് റെമഡി വിച്ച് സ്റ്റാർട്ടഡ് ദ ജേർണി ഓഫ് ഹോമിയോപ്പതി. ദിസ് വാസ് the spark that kindled the idea of homeopathy in Hahnemann sir's mind, and we'll be discussing Cinchona officinalis today, China, Peruvian bath. So stay tuned. ഈ വീഡിയോ മുഴുവൻ കാണുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റെമഡിയാണ്. ഫിസിക്കൽ സിംറ്റംസ് ഇതിന്റെ വളരെ ക്ലിയർ ആണ്. മെന്റൽ സിംറ്റംസും വളരെയേറെ ഡോക്യുമെന്റഡ് ആണ്. അപ്പോൾ ഇതൊരു ഒരു രീതിയിൽ ഒരു അൺഫെമിലിയർ ടെറിട്ടറി അല്ല, ഒരു അൺഫെമിലിയർ റെമഡിയേ അല്ല. മോസ്റ്റ്ലി ഇതിന്റെ സ്റ്റാർട്ട് തന്നെ ആയത് ഇന്റർമിറ്റന്റ് ഫീവറിന്റെ സ്റ്റഡിയിലൂടെ ആയിരുന്നു. കലൻസ് മെട്രിനോഡിക്കൽ ഇന്റർമിറ്റന്റ് ഫീവറിന് വേണ്ടി ഇതൊരു നല്ല മെഡിസിൻ ആണെന്ന് എഴുതി അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഹാനിമൻ സർ ഇതിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുകയും പിന്നെ അത് പ്രൂവിങ്ങിലോട്ട് പോവുകയും പിന്നെ ആ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ഇന്റർമിറ്റന്റ് ഫീവർ അതും ഈ ചൈന എന്ന് പറയുന്ന റെമഡിയുടെ അല്ലെങ്കിൽ സിൻകോന എന്ന് പറയുന്ന റെമഡിയുടെ മെന്റൽ ആസ്പെക്ട് നമുക്ക് എങ്ങനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ കേസ്. ഞാൻ ഒരു വിസിറ്റിംഗ് ഒ പി ഡിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ഫസ്റ്റ് കേസ് ആയിരുന്നു. ദെൻ ഷി വാസ് എ ഗേൾസ് ഓഫ് 16 years old. അവൾക്ക് വിറ്റിലിഗോ പാച്ചസ് ഉണ്ടായിരുന്നു. വൺ വാസ് റൈറ്റ് ഓൺ ദ ചീക്ക്, ദിസ് ബിഗ്, ഇത്രയും വലിയൊരു വിറ്റിലിഗോ പാച്ച്. ആൻഡ് നോസിന്റെ അടുത്ത്, ഐസിന്റെ അടുത്ത്, ഇയേഴ്സിന്റെ ബാക്ക് സൈഡിൽ, ബാക്കിലൊരു പാച്ച്. അങ്ങനെ കുറെ പാച്ചസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഷി വാസ് 14 or 15. ഷി വാസ് ജസ്റ്റ് അബൌട്ട് ടു ഗോ ടു 10th standard. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം SSC അല്ലെങ്കിൽ SSLC എന്ന് പറയുന്ന എത്ര വലിയൊരു ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഒരു കുട്ടിയുടെ കരിയറിൽ അല്ലെങ്കിൽ കുട്ടിയുടെ ജീവിതത്തിൽ. അപ്പോ ഞാൻ കുറെ ഡിഗ് ചെയ്തു. ദ ഹിസ്റ്ററി വെന്റ് ഓൺ ഫോർ അറൗണ്ട് 45 minutes, ബട്ട് എനിക്കൊരു ക്ലൂ കിട്ടുന്നില്ലായിരുന്നു. ബട്ട് ഷീ വാസ് ദ വൺ തിങ് ഇതില് വന്നതെന്ന് വെച്ചാൽ the parents don't understand. അവർക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ റിക്വയർമെന്റ് ഇപ്പൊ എന്താണെന്ന്. എനിക്ക് ഇച്ചിരി സ്പേസ് തരണം എനിക്ക് പഠിക്കാൻ വേണ്ടി. ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ 5 മണിക്ക് എണീറ്റ് പഠിക്കണം, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയം പഠിത്തത്തിന് വേണ്ടി കൊടുക്കണം. പക്ഷെ ഇവർക്കൊന്നും അത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അവര് രാത്രി 12 മണി 1 മണി വരെ TV കണ്ടോണ്ടിരിക്കും. ആ TVയിലെ ശബ്ദം കാരണം എൻ്റെ ഉറക്കം ശരിയാവാറില്ല. ഉറക്കം ശരിയാവാതെ വരുമ്പോൾ രാവിലെ എനിക്ക് എണീക്കാൻ പറ്റാറില്ല. പിന്നെ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ പിന്നെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങി തൂങ്ങി ഇരിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം എനിക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്ന ടാർഗറ്റ്സ് ഒന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ പഠിക്കണമെന്നല്ലൊക്കെ ഞാൻ ചോക്ക് ഔട്ട് ചെയ്യും. ഞാൻ രാത്രി കിടന്ന് പ്ലാൻ ചെയ്യും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അത് നടപ്പിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഇത് പാരന്റ്സ് അവർക്ക് മനസ്സിലാവുന്നില്ല. അവരെന്നോട് പറയുന്നത് നീ ഇപ്പൊ എന്തുവാ ഇപ്പൊ കല്യാണം കഴിച്ച് വേറെ ഒരു വീട്ടിൽ പോകണ്ടല്ലേ, ഇത്രയൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ, അവരെന്നെ ഡിസ്കറേജ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഉള്ള കാരണത്താൽ അവൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. ഒരു സാഡ്, ഒരു ഇറിറ്റബിൾ ലുക്ക് ഉണ്ട് ഫേസിൽ. അപ്പൊ ഇത് എക്സ്പ്രസ് ചെയ്യാൻ അവൾക്ക് അധികം കഴിയാറില്ല. ബട്ട് ഇത് ഇച്ചിരി റൂറൽ സൈഡിലുള്ള ഒരു ക്ലിനിക്കാണ്. അപ്പൊ അവിടെയൊക്കെ ഇച്ചിരി മെന്റാലിറ്റി ആൾക്കാരെ ഡിഫറെന്റ് ആണ്. അപ്പോൾ ഫീമെയിൽ എന്ന് പറയുമ്പോൾ അധികം പഠിച്ചിട്ട് വലിയ ഇതൊന്നുമില്ല, വലിയ ഹോപ്സ് ഒന്നുമില്ല, അതുകൊണ്ട് വലിയ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ബട്ട് whereas in her family she is the only girl child for many of the within the family, only girl child. ബാക്കി എല്ലാ ബ്രദേഴ്സിനൊക്കെ ബോയ് ചൈൽഡ് ആവില്ല. അപ്പോൾ she was pampered a lot, but still she is feeling that she is not being understood, that she is not being given the encouragement, or she is not being given the proper space or time to study.
എന്നൊക്കെ അവിടെ ആ ഫീലിംഗ് ഡെവലപ്പ് ആയി ആക്ച്വലി 10th സ്റ്റാൻഡേർഡ് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് അതോ തുടങ്ങിയ ആ സമയം ഈ പാച്ചസ് ഓരോന്നായിട്ട് വന്നു തുടങ്ങി. ആൻഡ് ഇറ്റ് ഗ്രൂ ടു എ ഹ്യൂജ് പാച്ച്. ഇപ്പോൾ പാരൻസ് ആർ ഓൾസോ വെരി കൺസേൺ. ഇപ്പോൾ കുറെ ഒരു 5-6 വർഷം കഴിയുമ്പോൾ മാരേജിന്റെ പ്രപ്പോസൽസ് വരും. അപ്പോഴൊക്കെ എങ്ങനെയാവും ഇത് പിന്നെ കൂടി പോകുന്ന ഇതൊക്കെയാണ്. അപ്പോൾ ദേ വർ വെരി കൺസേൺ. അപ്പോൾ ഈ കുട്ടിക്ക് ഷീ വാസ് ഗിവൻ ചൈന ഇൻ 200 ആൻഡ് വിതിൻ 15 days തന്നെ റിമാർക്കബിൾ ചേഞ്ചസ് കാണാൻ കിട്ടി. Those patches started shrinking in size. അതിനകത്ത് തന്നെ വേറെ പിഗ്മെന്റഡ് പാച്ചസ് ഡെവലപ്പ് ആവാൻ തുടങ്ങി. ആൻഡ് ഷീ വാസ് ലുക്കിംഗ് എ ബിറ്റ് മോർ ബ്രൈറ്റ്. ഒരു സ്മൈൽ ഉണ്ടായിരുന്നു മുഖത്ത്. രാത്രിത്തെ ഉറക്കം ശരിയാവുന്നില്ല എന്ന് പറയുന്നത് ഷീ കുഡ് സ്ലീപ്. ആക്ച്വലി ദ ക്രൈറ്റീരിയ ഫോർ ഫോളോ അപ്പ് ഞാൻ വച്ചിരുന്നത് ബിക്കോസ് വിതിൻ 3-4 days നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ഈ വീട്ടിലേക്ക് കേസിൽ അതിൽ ഇമ്പ്രൂവ്മെന്റ് വന്നു തുടങ്ങിയോ ഇല്ലയെന്ന്. ബട്ട് ഞാൻ അവളോട് 4 days ആഫ്റ്റർ ഗിവിംഗ് ദ റെമഡി ഞാൻ ഫോളോ അപ്പിൽ ചോദിച്ചത് ഉറക്കാൻ പറ്റുന്നുണ്ടോ, ഇപ്പോൾ ഉറക്കം ശരിയാവുന്നുണ്ടോ എന്ന്. ആൻഡ് ഷി വാസ് സ്ലീപ്പിംഗ് വെൽ. അടുത്ത ദിവസത്തെ ആ ലിഥാർജി, ആ ഡൾനെസ്, ആ ലാക്ക് ഓഫ് യുനോ ദ എബിലിറ്റി ടു കോൺസെൻട്രേറ്റ്, അതൊന്നും പ്രശ്നമാവുന്നില്ലായിരുന്നു. ബിക്കോസ് ഷി വാസ് ഗെറ്റിംഗ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് ആൻഡ് ഷി വാസ് ഫീലിംഗ് ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ that meant the remedy has started acting. So after 15 days or maybe I think after a month when I went for the follow up, there നല്ല റിമാർക്കബിൾ ചേഞ്ചസ് ഉണ്ടായിരുന്നു. അവിടെ ആ പാച്ചസ് എല്ലാം ഷ്രിങ്ക് ആയി തുടങ്ങിയായിരുന്നു. അതിന് പിഗ്മെന്റഡ് പാച്ചസ് എല്ലാം വന്നു തുടങ്ങിയായിരുന്നു. ആൻഡ് ഓവർ എ കോഴ്സ് ഓഫ് 3 months all those patches reduced. Everything, the last one to go was this one because ഇതായിരുന്നു ആദ്യം ഡെവലപ്പ് ആയത്. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചൈന, സിങ്കോണ. ചൈന എന്ന് പറയുന്ന മനസ്സിൽ കുറെ ഡിസയർസ് കൊണ്ട് ഇറക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ മറ്റനാവടിക്കാൽ വായിക്കുന്ന ഭയങ്കര സെൻസിറ്റീവ് ടു ടച്ച് ആണ്, എന്തുവാ ഇൻട്രോവേർട്സ് ആണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ചൈന. അതിൽ റൂബ്രിക് കൊണ്ട് ഡിസയർസ്, ഫുൾ ഓഫ് ഡിസയർസ്, ഇൻഡെഫിനിറ്റ് ഡിസയർസ്. അത് തീരാത്ത ആഗ്രഹങ്ങളാണ്, മോഹങ്ങളാണ്. അതിനെപ്പറ്റി രാത്രി കിടന്ന് ചിന്തിച്ച് എന്തുവാ എയർ കാസൽസ്, ബിൽഡിംഗ് എയർ കാസൽസ് എന്ന് പറയുന്ന ഒരു റൂബ്രിക് ഉണ്ട്. ആ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. രാത്രി കിടന്ന് ഭയങ്കര പ്ലാനിങ് ആയിരിക്കും. ഞാൻ ഇങ്ങനെ ചെയ്യും, അങ്ങനെ 10 മുട്ട വാങ്ങിക്കും, അതിൽ നിന്ന് 10 കോഴിക്കുഞ്ഞ് വരും, അത് വലുതായി 10 ഇടും, 100 100 200 1000 10,000 പറഞ്ഞു കൂട്ടി അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കുന്ന ഒരു ടെൻഡൻസി ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ചൈന. അപ്പോൾ ഇങ്ങനത്തെ ഇൻഡെഫിനിറ്റ് ഡിസയർസ് കൊണ്ട് നടക്കുന്ന ആള് അതിനുവേണ്ടി പ്രയത്നിക്കത്തില്ല എന്നല്ല. ബട്ട് ദെൻ സർട്ടൺ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ തടസ്സപ്പെടുത്താൻ. തടസ്സം ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്. തടസ്സം ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഈ ചൈനയുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നത്. സോ നമ്മുടെ ലൈഫിലും നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു തടസ്സവും ഇല്ലാതെ ഭയങ്കര സ്മൂത്ത് ആയിട്ടൊക്കെ പോകുന്ന വളരെ റെയർലി ആണ്. ബട്ട് ഈ തടസ്സങ്ങൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി, വൺ ഓഫ് ദി പേഴ്സണാലിറ്റി ഇസ് ചൈന, സിങ്കോണ. സിങ്കോണയ്ക്ക് ഈ ചെറിയ ചെറിയ ഹേർഡിൽസ്, ഈ സ്മോൾ ഹേർഡിൽസ് ഭയങ്കര അൺസർമൗണ്ടബിൾ ആയിട്ട് തോന്നാറുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ഗോ ത്രൂ. ഒരു ഹേർഡിൽ ക്രോസ് ചെയ്ത് അടുത്ത ഹേർഡിലോട്ട് പോകും. ബട്ട് ദെൻ അവരെ പ്രോഗ്രസിനെ ഈ ഹാമ്പർ ചെയ്യുന്ന ഈ ഹേർഡിൽസിനെ കൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. They feel very agitated, they become very irritated, they become very sad, very morose, very irritable. They even go to the level of persecution. They feel അവർക്ക് എന്താ തോന്നുന്നത്, delusion, persecuted he is. എന്നെ ഈ എൻവയറമെന്റ്, എന്നെ ഈ വെളിയിലുള്ള ആൾക്കാര്, എന്നെ ഈ സാഹചര്യങ്ങള് ഒരു കാരണമില്ലാതെ മനഃപൂർവ്വം എന്റെ പ്രോഗ്രസ് തടയാണ്. ഈ തടസ്സങ്ങൾ മനഃപൂർവ്വം എന്റെ മുമ്പേ കൊണ്ടുവരെയാണ്. എന്നെ പെർസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ, എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമാണ്. ആ ഒരു ആങ്സ്റ്റ്, ആ ഒരു ഫീലിംഗ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ചൈനയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ദെയർഫോർ ഇത് കോൺസ്റ്റന്റ്ലി ആ ഒരു ഫ്രെറ്റ്ഫുൾ, ആ ഒരു ഇറിറ്റബിൾ, ആ ഒരു നെർവസ്, ആ ഫീലിംഗ്, ആ ഒരു ഹിൻഡേർഡ് ഫീലിംഗ്, ഹിൻഡ്രൻസ് ഇസ് ദ വേർഡ്, ഹിൻഡേർഡ് ഫീലിംഗ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആള് എപ്പോ നമ്മളിവര് അവരോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവർ സ്നാപ്പായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അവർ ഭയങ്കര ഇറിറ്റബിൾ ആയിട്ടുള്ള ഒരു ഉത്തരമേ നൽകുക, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ താല്പര്യം കാണുന്നത്, they'll be taciturn, they'll be morose.
ഇപ്പോൾ ചൈന പേഴ്സണാലിറ്റി അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. ബട്ട് ദേ ഹാവ് എ ഡിസയർ ടു ബി റെഡ്. ടു ബി റെഡ് മീൻസ് നമ്മളെ ആരെങ്കിലും മനസ്സിലാക്കുവാൻ ആരെങ്കിലും വേണമെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഒരു ഫീലിംഗ് കാരണം ദേ ഡു നോട്ട് ലൈക്ക് ടു ജസ്റ്റ് ടോക്ക് എന്ന് വെച്ചാൽ എങ്ങനെയുണ്ട് ഇന്ന് കാലാവസ്ഥയൊക്കെ കൊള്ളാലോ, നല്ല മഴയുണ്ടല്ലേ, ഇതുപോലത്തെ സൂപ്പർഫിഷ്യൽ ടോക്ക്, ലൂസ് ടോക്ക്, ഇത് അവർക്ക് ഇഷ്ടമല്ല. ചൈന ഈസ് എ പേഴ്സൺ ഹു വുഡ് ലൈക്ക് ടു ഹാവ് മീനിങ് ഡീപ് കോൺവെർസേഷൻസ് വിത്ത് യു. ആ ഒരു സൂപ്പർഫിഷ്യൽ കോൺവെർസേഷൻസിൽ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, ആൻഡ് ഇറ്റ് ഈസ് എവിഡൻറ്റ് where in the physicals. Touch, just superficial is not tolerated. It in fact it aggravates. But a deep pressure കൊടുക്കുമ്പോൾ അവർക്ക് അമ്യുലറേഷൻ ഉണ്ട്. ആ ഒരു സൂപ്പർഫിഷ്യൽ ഒരു കെറസിങ്ങോ ടച്ചോ അവർക്ക് പറ്റത്തില്ല. They don't like it. It aggravates them. What they feel better by is by deep pressure. അപ്പോൾ ആ ഒരു deep meaningful conversation and a desire to be read, they want to be understood by other people, ഈ ഒരു എക്സ്പെക്ടേഷനും അവരെ മനസ്സിലുള്ളത്. ഇൻഡെഫിനിറ്റ് ഡിസയർസിന്റെ കാര്യം പറയുമ്പോൾ മെറിമെന്റ് ഡിസയർ ഫോർ എന്ന് പറയുന്ന ഒരു റൂബ്രിക് നമ്മുടെ കംപ്ലീറ്റ് റെപ്പർട്ടറിയിൽ നമുക്ക് കാണാൻ കിട്ടും. ദേ വാണ്ട് ടു ബി ഹാപ്പി, ജോളി, മെറി, അല്ലെങ്കിൽ ചിയർഫുൾ ഡിസയർ ടു ബി എന്ന് പറയുന്ന ഒരു റൂബ്രിക്. അതൊക്കെ നമുക്ക് പേഷ്യന്റ് നമ്മുടെ മുമ്പ് ക്ലിനിക്കിൽ വരുമ്പോൾ ഇത് പറയാറുണ്ട്, ഡോക്ടറെ ഇങ്ങനത്തെ ജീവിതം എനിക്ക് വേണ്ട, ഡോക്ടറെ എനിക്ക് ഇങ്ങനെ ഈ ഒരു എപ്പോഴും ഈ വേദനയിലും എപ്പോഴും ഈ മോഹം ഇങ്ങനെ വാടിയ മോഹമായിട്ട് ജീവിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല ഡോക്ടറെ, എനിക്ക് നല്ലതായിട്ട് ജീവിക്കണം, എനിക്ക് ഇച്ചിരി ഫ്രീ ആയിട്ട് ജീവിക്കണം, എനിക്ക് ഇച്ചിരി സന്തോഷമായിട്ട് ജീവിക്കണം ഡോക്ടറെ എന്ന് പറയുന്ന ആൾക്കാരില്ലേ നിങ്ങളുടെ ക്ലിനിക്കിൽ? നിങ്ങൾ കണ്ടു കാണും, നിങ്ങൾ കേട്ട് കാണും, ഇപ്പൊ നിങ്ങൾ റികളക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ദിസ് ഈസ് ചിയർഫുൾ ഡിസയർ ടു ബി. But who is stopping you? ചെറിയ ചെറിയ തടസ്സങ്ങൾ എല്ലാവരെയും ജീവിതത്തിലില്ലേ? But why are you focusing only on the hurdles? Find out a solution for it. But China എന്ത് പറ്റും, ആ ഹേർഡിൽ വരുമ്പോ ആ ഹേർഡിലിനെ പറ്റി ചിന്തിച്ച് അയ്യോ ഈ തടസ്സം ഇതിന് ഞാൻ എങ്ങനെ താണ്ടും, എനിക്ക് എന്നെ കൊണ്ട് എങ്ങനെ പറ്റും, അയ്യോ ഇത് മനഃപൂർവ്വം ചെയ്തതാ ഈ സാഹചര്യങ്ങളും എന്നെ ഇതിനു വേണ്ടി എന്നെ തടസ്സപ്പെടുത്താൻ മാത്രമാണ് അൺഫോർച്ചുനേറ്റ് ഫീലിംഗ് മനസ്സിൽ കയറിക്കൊണ്ട് കിടക്കുന്ന ആൾക്കാരാണ്. ഇത് കാരണം ഒരു അൺഫോർച്ചുനേറ്റ് ഫീലിംഗ് മനസ്സിൽ കൊണ്ട് കിടക്കുന്ന ആൾക്കാരാണ് ഈ സിൻകോൺ. അപ്പോൾ ഇത്രയൊക്കെ ആ ഒരു സെൻസിറ്റിവിറ്റിയും ഇത്രയൊക്കെ ആ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് എല്ലാം മനസ്സിൽ കയറിക്കൊണ്ട് നടക്കുമ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ തിരിച്ച് സിവിലായിട്ട് അല്ലെങ്കിൽ ഒരു നല്ലതായിട്ട് സംസാരിക്കാനുള്ള കപ്പാസിറ്റി അവരിൽ പിന്നീട് കാണാറില്ല. അവര് ഒരു ഭയങ്കര ദേഷ്യത്തിലായിരിക്കും റിറ്റാലിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭയങ്കര പോകുന്നുണ്ടായിരുന്നു ഇവിടുന്ന്, അതുപോലത്തെ ഒരു റിയാക്ഷൻ ആയിരിക്കും, സ്നാപ്പിഷ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും. സോ അതിനൊരു റൂബ്രിക് ഉണ്ട്, anger, they are angry and they are inclined to vex others, annoy others. They are inclined to annoy others. അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരൊന്നും അവരോട് അത്ര സിമ്പതി ആയിട്ടോ അത്ര നല്ല രീതിയിലോ കോപ്പറേറ്റ് ചെയ്യാറില്ല. IPR അവരുമായിട്ട് ഇച്ചിരി ഒന്ന് ദൂരെ നിൽക്കാൻ ശ്രമിക്കും, ബിക്കോസ് ഓഫ് ദെയർ ആറ്റിറ്റ്യൂഡ്, ബിക്കോസ് ഓഫ് ദെയർ മൂഡ്. ബട്ട് അവരുടെ മനസ്സിലെന്താ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ, ഡിസയർ ടു ബി റെഡ്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺട്രാഡിക്ടറി സ്റ്റേറ്റിൽ അത് കുറെ കൂടെ പിന്നെ അൺഫോർച്ചുനേറ്റ് ഫീലിങ്ങിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അയ്യോ എൻ്റെ ജീവിതമേ ഇങ്ങനെ ആയിപ്പോയി, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, എൻ്റെ ജീവിതം എല്ലാം ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, തടസ്സം, അത് കാരണമല്ലേ എൻ്റെ ദേഷ്യം, ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കും എന്നെ, അങ്ങനെ ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഫീലിങ്സ് ഒക്കെ അകത്ത് ബോട്ടിൽ അപ്പ് ആയിട്ട് ഇറ്റ് ഗോസ് ടു ദ ലെവൽ ഓഫ് ടോർമെന്റ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് ഒരു ഫ്രസ്ട്രേറ്റഡ് ഫീലിംഗ് ആണ്, അറ്റ്മോസ്റ്റ്, ബട്ട് ഇറ്റ് ഈസ് ഇൻഫ്ലിക്റ്റഡ് ബൈ സമ്മൺ ഫ്രം ദി ഔട്ട്സൈഡ്. ആ ഒരു ടോർമെന്റ് ഫീലിംഗ് ചെറിയ ചെറിയ കാര്യത്തിന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അലർജിക് റൈനൈറ്റിസ് ആണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ അലർജിക് റൈനൈറ്റിസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തുമ്മൽ വരുമ്പോൾ ബെലഡോൺ ആണെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞാൽ ഓക്കെ ആവും. ചൈനയോ
വെറും ഒരു ചെറിയ ജലദോഷമാണ്, അല്ലെങ്കിൽ ഇച്ചിരി തുമ്മലാണ് സാറേ, നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് വരും. എന്ന് വെച്ചാൽ ആ ചെറിയ ഒരു കാര്യം പോലും അവര് they perceive it at the level of torment. They perceive it at the level of torment. Look at what they are doing. Allergic rhinitis ആണ്, മൂക്ക് ചൊറിയും, കണ്ണ് ചൊറിയും, കുറച്ച് ഇതൊക്കെ ചൊറിയും, ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താ? What is the need? Because they feel that torment from the inside and it comes out through all this body language. അത് പറയുമ്പോൾ ആ പെയിൻ നിങ്ങൾക്ക് അവരെ വോയിസിൽ മനസ്സിലാക്കാൻ പറ്റും. ഡോക്ടറെ, എന്റെ ജീവിതമേ നരകമാണ് ഡോക്ടറെ, എന്തൊരു വേദനയാണ്, എന്തൊരു വേദനയാണ് ഇത്, ഞാൻ എങ്ങനെ പറയാൻ പറ്റാത്ത വേദനയാണ് ഡോക്ടറെ, ഇത് സഹിക്കുന്നതിനപ്പുറമാണ് ഇത്. ഇത് കണ്ടോ ഡോക്ടറെ, എന്തുമാത്രം ക്രാക്സ് ആണ് കയ്യിൽ വന്നിരിക്കുന്നത്, രക്തം പോകുന്നുണ്ടോ ഡോക്ടറെ, ഈ ജീവിതകാലം മുഴുവൻ ഞാൻ ഇത് സഹിക്കാണ് ഡോക്ടറെ, ഒരു പേന പിടിക്കാനോ ഒരു പ്ലേറ്റ് കഴുകാനോ ഒന്ന് സ്വന്തമായിട്ട് കഴിയുന്നുണ്ട് ഡോക്ടറെ, ഇത് എങ്ങനെ ഡോക്ടറെ, ഇതെങ്ങനെ ഞാൻ ജീവിതകാലം മുഴുവൻ സഹിക്കും ഡോക്ടറെ, എന്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇത്രയും ദുഃഖം എഴുതിയിരിക്കുന്നത് ഡോക്ടർ. So this pain, and when you ask, നിങ്ങൾ അത് ചോദിക്കുമ്പോൾ, നിങ്ങൾ ആ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ ഈ പെയിൻ റിഫ്ലക്റ്റ് ആവും അവരുടെ സൗണ്ടിൽ, ആൻഡ് ദാറ്റ് ഇസ് ലാമെന്റ്. ദിസ് ഇസ് ലാമെന്റ്. ലാമെന്റിങ് എന്ന് പറയുമ്പോൾ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ നെഞ്ച് പൊട്ടി കരയും, നമ്മൾ ആ that is showing of the grief, അല്ലെങ്കിൽ ആ ലോസിനെ പറ്റി നമ്മൾ ഓവർട്ട്ലി എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് ആണ് അവർ ആ സഫറിങ് എക്സ്പ്രസ് ചെയ്യുമ്പോഴും പറയുന്നത്. ലാമെന്റിങ് അബൌട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ സിംറ്റം, എസ്പെഷ്യലി ഇന്റർമിറ്റന്റ് ഫീവറിൽ എന്താ സംഭവിക്കുന്നത്? ഫീവർ വരും, ഒരു പെർട്ടിക്കുലർ ടൈമിന് വേണ്ടി നിൽക്കും, ചിൽസ് വരും, ഫീവർ വരും, ഒരു പെർട്ടിക്കുലർ ടൈമിന് വേണ്ടി നിൽക്കും, സ്വെറ്റിംഗ് ആവും, ആ ഫീവർ അങ്ങ് മാറും, then you are febrile. വീണ്ടും ഒരു പീരീഡ് കഴിയുമ്പോൾ വീണ്ടും ചിൽസ് വരും, ഫീവർ വരും. അപ്പോൾ ആ ഫീവർ വരുന്ന സമയം നിങ്ങൾ ഫുൾ പെയിനിലാണ്, നിങ്ങൾ ചിൽസിലാണ്, നിങ്ങൾ സഫറിങ്ങിലാണ്. എങ്ങനെയെങ്കിലും അതിൽ നിന്നൊന്ന് വെളി വന്ന് ഇനി ഞാൻ ചെയ്യാനുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ഒന്ന് എണീറ്റ് ആ റൂട്ടീനിൽ ഒന്ന് വന്നു കഴിയുമ്പോൾ അടുത്ത ഫീവർ വരും, വീണ്ടും ഇയാൾ കുഴഞ്ഞു വീണ്ടും അടുത്തൊന്ന് വീണ്ടും ഒന്ന് നമ്മൾ റെഡിയായി വരുമ്പോൾ കുറച്ചൊന്ന് ശരിയാകുമ്പോൾ വീണ്ടും. ദീസ് ആർ ലൈക്ക് ദ ഹിൻഡ്രൻസസ് വിച്ച് ചൈന ഫേസസ്. ഒരു ഹിൻഡ്രൻസിൽ നിന്ന് റിക്കവറായി വരുമ്പോൾ അടുത്തത്, അതിൽ നിന്ന് റിക്കവർ ആകുമ്പോൾ വരുമ്പോൾ അടുത്തത്, അതിൽ നിന്ന് റിക്കവർ ആകുമ്പോൾ അടുത്തത്. ഈ ചെറിയ ചെറിയ ഹിൻഡ്രൻസസ് കാരണം ജീവിതം മടുത്തു പോകുന്ന, ടോർമെന്റ് ആവുന്ന, ലെമന്റ് ചെയ്യുന്ന റെമഡിയാണ് ഈ സിൻകോന. ഈ ജീവിത സാഹചര്യങ്ങൾ കാരണം, അല്ലെങ്കിൽ ഈ ഹിൻഡ്രൻസസ് കാരണം വളരെയേറെ സഫർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ സിൻകോന. അപ്പൊ അവര് അത് വളരെ ദേഷ്യത്തോടെയും വളരെ ഇമോഷനോടെയും നമ്മുടെ അടുത്ത് പ്രസന്റ് ചെയ്യും. ദാറ്റ് ഹൗ, അത് നമ്മൾ കണ്ടു, ദാറ്റ് ഈസ് കോൾഡ് ലെമന്റിങ്. ബട്ട് ആ ഒരു ഫീലിങ്ങിനെ നമ്മളെങ്ങനെ റൂബ്രിക് ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്യും? ദാറ്റ് ഈസ് റോങ് സഫേർഡ്. എൻ്റെ പാരൻസ് മനസ്സിലാക്കുന്നില്ല, എൻ്റെ പാരൻസ് രാത്രി TV കാണുന്നു, അത് കാരണം എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അത് കാരണം എനിക്ക് രാവിലെ നേരത്തെ എണീക്കാൻ പറ്റുന്നില്ല, അത് കാരണം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അത് കാരണം ഞാൻ രാവിലെ ക്ലാസ്സിൽ പോയി ഇങ്ങനെ ഉറങ്ങുക. ദിസ് ഇസ് feeling of suffering wrong. Because of them I am suffering, because of them doing wrong I am suffering, and behind that also there is an anger, there is an emotion. China usually are very morose ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവരെ മുഖത്തൊരു വെളിച്ചം കാണത്തില്ല, അവരുടെ മുഖം എപ്പോഴും ഒരു വാടിയ മുഖം, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഒരു ഇറിറ്റേഷൻ അവരെ മുഖത്ത് കാണാൻ പറ്റും, പ്ലസ് സാഡ്നെസ്. മൊറോസ്, ഈ കോമ്പിനേഷനാണ് പറയുന്നത് മൊറോസ്നെസ്. അപ്പോൾ ഈ മൊറോസ് ആയിട്ടുള്ള ഒരു ഫേസുമായിട്ട് വരുന്ന ഇത്രയും കംപ്ലൈൻറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ ലെമന്റ് ചെയ്ത് പറയുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങളും ഒരു ടോർമെന്റിന്റെ ലെവലിൽ കൊണ്ടുപോയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് സിൻകോന ഒഫിഷ്യനാലിസ്. ദ മെയിൻ റൂബ്രിക്സ് ആർ ഹിൻഡേർഡ്, delusion hindered, he is delusion wrong suffered, delusion tormented, desires full of indefinite, desire to be read, cheerful desires to be, and they are gourmand. അപ്പോൾ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം, ആഹാരത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? പ്രിയരാണ്. ബട്ട് ഗോർമണ്ട് ഈസ് നോട്ട് ഓൺലി ആഹാരപ്രിയർ, അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടേസ്റ്റി ഫുഡ് ആവശ്യമുള്ള ആഹാരം. ദേ ആർ ഗോർമണ്ട് അബൌട്ട് ലൈഫ്. ഓൾ ദ ഗുഡ് തിങ്സ് ഇൻ ലൈഫ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അവർക്ക് വേണമെന്നുള്ള
ഡിസയർസ് കൊണ്ട് കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അത് എൻജോയ് ചെയ്യാനുള്ള ഫ്രീഡം വേണം, അത് എൻജോയ് ചെയ്യാനുള്ള റിസോഴ്സസ് വേണം, അത് എൻജോയ് ചെയ്യാനുള്ള ഫാക്കൾട്ടീസ് വേണം, എല്ലാം അവർക്ക് വേണം. ലിബർട്ടിനിസം എന്ന് വെച്ചാൽ ഫ്രീഡം ലവിങ്, ഇത് എന്ത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം. അപ്പോൾ ആ ഫ്രീഡം വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള റിസോഴ്സസും വേണം. അതില്ലാതെ നിങ്ങൾക്ക് ആ ഫ്രീഡം ലഭിക്കത്തില്ല. പൈസ വേണം, സപ്പോർട്ട് വേണം, ഫ്രണ്ട്സ് വേണം, നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ ഇല്ലാതെ നിങ്ങൾക്ക് അത് ലഭിക്കത്തില്ല. ബട്ട് they want to be free to do whatever they choose, whatever makes them happy. Appo libertinism is a rubric. They want to be cheerful, they want merriment in life. Appo idakke they want to do great things. Idealism എന്ന് പറയുന്ന റൂബ്രിക്കിൽ ചൈന വരുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒരു ഐഡിയലും വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. അവരുടെ ആംബിഷൻ അവർക്കൊരു ഐഡിയൽ സിറ്റുവേഷനെ പറ്റിയാണ്. ഐഡിയൽ ഇസ് വാട്ട്, നമുക്കിപ്പോ വണ്ടിയുടെ ആവറേജ് പറയാറുണ്ട്, ബൈക്കിന്റെ ആവറേജ് ഇറ്റ് ഗിവ്സ് അറൌണ്ട് 75 km/L. ബട്ട് ഇൻ ഐഡിയൽ കണ്ടീഷൻസ്, താഴെ ഒരു സ്റ്റാർ മാർക്ക് ഉണ്ട്. ഐഡിയൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റോഡിന്റെ ഫ്രിക്ഷൻ പാടില്ല, കണ്ടിന്യൂസ്ലി 60 km/h നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കണം, അതിൽ ഗിയർ ചേഞ്ച് പാടില്ല, ബ്രേക്സ് പാടില്ല, ടേൺസ് പാടില്ല, അപ്സ് പാടില്ല, ഡൗൺസ് പാടില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ്. സോ ദാറ്റ് ഐഡിയൽ സിനാരിയോ ഈസ് നെവർ മെറ്റ് ഇൻ റിയൽ ലൈഫ്. ആ ഐഡിയൽ സിനാരിയോ ഒരിക്കലും റിയൽ ലൈഫിൽ കിട്ടാറില്ല. ബട്ട് ദേ ആർ ഐഡിയലിസ്റ്റിക്. അവർ ആ ഒരു ഐഡിയലിനെ പെർസ്യൂ ചെയ്യാൻ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഇങ്ങനത്തെ സെൻസിറ്റീവ് ആൾക്കാര് ഇങ്ങനത്തെ ഐഡിയൽസ് അബൌട്ട് ദെയർ ലൈഫ്, അല്ലെങ്കിൽ അബൌട്ട് ദെയർ ഗോൾസ്, അല്ലെങ്കിൽ അബൌട്ട് ദെയർ എക്സ്പെക്ടേഷൻസ് ഫ്രം ലൈഫ്, ഇങ്ങനത്തെ ഒരു ഐഡിയൽസും കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് വിച്ച് ഇസ് നോട്ട് അച്ചീവബിൾ. ഐഡിയൽസ് ആർ നോട്ട് അച്ചീവബിൾ. അങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ഈ ഓൺ ദ ജേർണി എന്തെങ്കിലും തടസ്സങ്ങൾ, ചെറിയ തടസ്സങ്ങൾ വരുമ്പോൾ അതിനെപ്പറ്റി ഫ്രസ്ട്രേറ്റ് ആയി, പെർസിക്യൂട്ടായി, ടോർമെന്റ് വരെ പോകുന്ന പേഴ്സണാലിറ്റിയാണ് ഈ സിൻകോന ഒഫിഷ്യനാലിസ്, ചൈന, പെറൂവിയൻ ബാർക്ക്. ആ ഒരു കോറിലേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അബൌട്ട് ദ ഇന്റർമിറ്റന്റ് ഫീവർ, അബൌട്ട് ദ ഹിൻഡ്രൻസ്. സോ ദ മെയിൻ കോർ ഓഫ് ചൈന ഈസ് ബീങ് ഹിൻഡേർഡ് ആൻഡ് ബീങ് ടോർമെന്റഡ്. സോ ഇതുപോലത്തെ ഒത്തിരി കേസസ് നിങ്ങളുടെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്, ഇനിയും വരാനിരിക്കുന്നു. നിങ്ങളത് ഐഡന്റിഫൈ ചെയ്ത് അതിന് മെഡിസിൻ കൊടുത്തു നോക്കൂ. അപ്പോഴീ മെഡിസിൻ കൊടുത്തു നോക്കൂ, നിങ്ങളുടെ ഡെഫിനറ്റ്ലി മാജിക്കൽ റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാൻ കിട്ടും. വാട്ട് എവർ മേ ബി ദ പാത്തോളജി, വാട്ട് എവർ. ഇപ്പോൾ വിറ്റിലിഗോയിൽ സിൻകോന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് ദെയർ, ബട്ട് ഷി റിക്കവർഡ് സോ ബ്യൂട്ടിഫുള്ളി വിത്ത് ദിസ് റെമഡി. സോ എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ പ്രസ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്യുക. മുന്നോട്ട് വരുന്ന വീഡിയോസിന് ഒരു വലിയ എൻകറേജ്മെൻ്റ് ആകും. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് മുന്നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതുവരെ ടിൽ നെക്സ്റ്റ് ടൈം, സീ യു ആൻഡ് ടേക്ക് കെയർ.